ഡൽഹിയിൽ രാഷ്ട്രീയ നാടകങ്ങളും ജനകീയ പ്രതിഷേധങ്ങളും കനക്കുന്ന ജന്തർ മന്ദറിൽ നിന്നും ഇന്ന് പുലർച്ചെ പുറത്തു വന്നത് അതീവ നാടകീയമായ രംഗങ്ങളാണ്. നീറ്റ് പരീക്ഷാ തട്ടിപ്പിനെതിരെയും ലഡാക്കിന്റെ സ്വയംഭരണ പദവിക്ക് വേണ്ടിയും 20 ദിവസമായി ജലപാനം പോലുമില്ലാതെ നിരാഹാര സമരം അനുഷ്ഠിച്ചിരുന്ന സോനം വാങ്ചുക്കിനെ ഡൽഹി പോലീസ് ഇന്ന് രാവിലെ ബലപ്രയോഗത്തിലൂടെ സമരവേദിയിൽ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായതിനെ തുടർന്ന് ഡൽഹി ഹൈക്കോടതി നൽകിയ ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടിയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകരും വിദ്യാർത്ഥികളും പോലീസിന്റെ ഈ നീക്കത്തെ അതിശക്തമായി പ്രതിരോധിച്ചതോടെ സമരപ്പന്തൽ ഇപ്പോൾ കനത്ത സംഘർഷഭരിതമായി തുടരുകയാണ്. ഒരു മനുഷ്യന്റെ ജീവൻ ഈ ഭരണകൂടത്തിന്റെ മുന്നിൽ എന്ത് വിലയാണുള്ളത് എന്നൊരു ചോദ്യമാണ് ഇന്ന് ജന്തർ മന്ദറിന്റെ മണ്ണിൽ നിന്നും രാജ്യമാകെ മുഴങ്ങി കേൾക്കുന്നത്. നീറ്റ് പരീക്ഷാ തട്ടിപ്പിൽ ഈ രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുലച്ച വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും ലഡാക്കിന്റെ മണ്ണും സംസ്കാരവും കാത്തുസൂക്ഷിക്കാൻ ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ പ്രകാരമുള്ള സ്വയംഭരണ പദവിയും ആവശ്യപ്പെട്ടുകൊണ്ടാണ് വാങ്ചുക്ക് ഈ മരണ സമരം തന്നെ നയിക്കുന്നത്. എന്നാൽ ചരിത്രത്തിൽ ഏറ്റവും കടുത്ത ഏകാധിപത്യ സ്വഭാവമുള്ള കേന്ദ്ര സർക്കാർ ഈ ജനകീയ വികാരത്തിന് മുന്നിലും തികഞ്ഞ അഹങ്കാരത്തിലാണ്. ഗാന്ധിജി പഠിപ്പിച്ചൊരു നിരാഹാരം എന്ന സമരമുറയ്ക്ക് ജനാധിപത്യ ബോധമുള്ള ഭരണാധികാരികളുടെ മുന്നിൽ മാത്രമേ പ്രസക്തിയുള്ളൂ എന്ന ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് ഇവിടെ വീണ്ടും തെളിയുന്നത്. പട്ടിണി കിടന്നൊരു മനുഷ്യൻ മരിച്ചു വീണാലും തങ്ങളുടെ കോർപ്പറേറ്റ് താല്പര്യങ്ങളിൽ നിന്നോ രാഷ്ട്രീയ അഹങ്കാരത്തിൽ നിന്നോ ഒരടി പിന്നോട്ടില്ല എന്ന കടുത്ത നിലപാടിലാണ് നരേന്ദ്രമോദി സർക്കാർ. കഴിഞ്ഞ 12 വർഷത്തെ BJP ഭരണം പരിശോധിച്ചാൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഒരു മന്ത്രിയെ പോലും അവർ രാജിവെച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാം. കാരണം ഒരു സമരം കൊണ്ട് മന്ത്രിയെ മാറ്റിയാൽ അത് തങ്ങളുടെ തോൽവിയായി മാറുമെന്നൊരു ഭയം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ എത്ര പ്രകോപിതരായാലും എത്ര കുട്ടികൾ ആത്മഹത്യ ചെയ്താലും സമരങ്ങൾ തനിയെ ഇല്ലാതാകുന്നതുവരെ അവഗണിക്കുക എന്ന തന്ത്രമാണ് കേന്ദ്രം പയറ്റുന്നത്. CJP പോലുള്ള പുതിയ യുവജന കൂട്ടായ്മകൾ തെരുവിൽ വലിയ പ്രതിഷേധമുയർത്തുന്നുണ്ടെങ്കിലും അതിനെ ഇമോഷണലായി നെഞ്ചിലേറ്റിയ സോനം വാങ്ചുക്കിൻ്റെ ജീവൻ വച്ചാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈഗോ ഗെയിം കളിക്കുന്നത്. ഇന്ത്യയിലെ നഗര മധ്യവർഗത്തെയും വിദ്യാർത്ഥികളെയും ഒരുപോലെ പിടിച്ചുലച്ച നീറ്റ് പരീക്ഷാ വിവാദം മോദി സർക്കാരിൻ്റെ വിശ്വാസ്യതയെ പാടെ തകർത്ത് കളഞ്ഞു. പ്രതിപക്ഷം ഈ വിഷയത്തിൽ രാജ്യവ്യാപകമായി കടുത്ത പ്രതിഷേധത്തിലാണ്. സമരം ദുർബലപ്പെടുത്താൻ ഭരണകൂടം പോലീസിനെ ഇറക്കി പല അടവുകളും പയറ്റുന്നുണ്ടെങ്കിലും ജൂലൈ 20 പ്രഖ്യാപിച്ചിട്ടുള്ള പാർലമെന്റ് മാർച്ച് കേന്ദ്രത്തെ ചെറുതായൊന്നുമല്ല ഭയപ്പെടുത്തുന്നത്. ഞാൻ മരിച്ചു പോയാലും എൻ്റെ ആത്മാവ് ഈ മാർച്ചിൽ പങ്കെടുക്കുമെന്ന വാങ്ചുക്കിൻ്റെ വാക്കുകൾ ഈ രാജ്യത്തെ സാധാരണക്കാരുടെ മനസ്സിനെ പൊള്ളിക്കുകയാണ്. സമരം ചെയ്യുന്നവർക്ക് നേരെ UAPയെയും NSAയും ചുമത്തി ജയിലിലടക്കുന്ന കേന്ദ്ര സർക്കാർ ഈ ജനകീയ വികാരത്തെ എത്ര കാലം അടിച്ചമർത്തുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്.